ശരിക്കും ഒരു കൂട്ടം ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഒരു യങ്സ്റ്റർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഫ്രം ദി കോളേജ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ബാക്കിൽ ബാനർ നോക്കിയിട്ട് നടക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വി വാണ്ട് ടു ബി ഗ്രൗണ്ടഡ്, അതാണ് അതിന്റെ റിയാലിറ്റി. ആൻഡ് വി വാണ്ട് എവരിവൺ ടു ബി ഗ്രൗണ്ടഡ് ഓൺ ദാറ്റ് സെൻസ്. സോ എല്ലാ സ്റ്റാർട്ടപ്സും ഫണ്ട് റേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നോം ഇല്ല. ഈ ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ജനറലി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അതിനൊരു സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ശരിക്കും ഫണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല. സോ എൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഫോർ K-12 സ്റ്റുഡൻസ്. സ്റ്റാർട്ടപ്പ് ഈസ് കോൾഡ് Interval. സോ Intervalൻ്റെ co-founder ആണ്. സോ ഇറ്റ്സ് ബീൻ ലൈക്ക് 5-6 years since we started. Now we serve across 60+ countries, all among the K-12 segment. ഓക്കെ, സോ എൻ്റെ പേര് രാഹുൽ രാഘവ്, ഞാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. Interval ബേസിക്കലി ഒരു 320 എംപ്ലോയീസ് ഉള്ള ഒരു ടയർ 4 സിറ്റിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. ആൻഡ് വി ബീൻ റിയലി സക്സസ്ഫുൾ ഇൻ ദാറ്റ് ഫോമാറ്റ്. സോ മൈ നെയിം ഇസ് അഫ്താബ് റഹ്മാൻ. ഐ തിങ്ക് ഡോട്ടിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഞാൻ ഫേസ് പല പ്രാവശ്യം വന്നിട്ടുണ്ടാവാം. സോ എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മൈസെൽഫ് അഫ്താബ് റഹ്മാൻ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് എൻ്റെ സ്വദേശം. ഞാൻ ഇവരിൽ വർക്ക് ചെയ്യുന്ന ഇൻ്റർവെല്ലിൻ്റെ ഗ്രോത്ത് മാനേജറാണ്. സോ ഡോട്ടിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമിയാണ്. അപ്പോൾ നമ്മൾ പല സ്റ്റുഡൻസും സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പല കുട്ടികൾക്കും സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ഉള്ളതാണ്. സോഫാർ ഡോട്ടിൽ നിന്ന് തന്നെ ഏകദേശം 9ഓളം സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ കിട്ടാത്ത കുറേ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ടീം Interval എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് എഡ്ടെക് സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു കൂട്ടം ആളുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ അതിനൊരു ഏജ് കാറ്റഗറി ഉണ്ടോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. സോ ആക്ച്വലി അതിന് ഹോണസ്റ്റഡ് ആൻസർ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു ടൈം നമുക്ക് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന ഏജ് അല്ലെങ്കിൽ ഇന്ന സിഗ്നലാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈമില്ല. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഒരു യങ്സ്റ്റർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഫ്രം ദി കോളേജ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. സോ ആ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയം അങ്ങനെയാണ് ലൈക്ക് വാട്ട് ഐ ഫീൽ ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഇത്രയും അറിയപ്പെടുന്ന ഒരു ഫേസിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഫേസിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് വേറെ ഫേസ് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ കമ്പനിയുടെ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് റൈസിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ്, അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറ്റും? ഇത് ആക്ച്വലി വളരെ ഷോർട്ടായിട്ട് ലോങ് സ്റ്റോറി ഷോർട്ടാക്കാൻ പറ്റിയൊരു ചോദ്യം അല്ല അത്. ബിക്കോസ് ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് മാൻ പവറിനെ കണ്ടുപിടിക്കാൻ ആക്ച്വലി നമ്മൾ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന ഒരു വെരി റൂറൽ സ്പേസ് ആണ് കമ്പയറിംഗ് ടു ദി അതർ Tier 2 and Tier 3 സിറ്റീസ്. അപ്പം നമുക്ക് അവിടെ റൈറ്റ് മാൻ പവറിനെ ഇനീഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. റൈറ്റ് മാൻ പവർ ഇല്ല എന്നല്ല, പക്ഷേ ഇതെങ്ങനെ കണ്ടെത്തണം എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇനീഷ്യലി നമുക്ക് വലിയൊരു ബ്രാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മീൻസ് ഹെവിലി ക്യാപിറ്റലി ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തില്ല. അപ്പോൾ എഗെയിൻ നമുക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ ഫൗണ്ടേഴ്സ് തന്നെയാണ് ഡയറക്റ്റ് ഇറങ്ങി ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അറ്റ് ദ വെരി ഇനീഷ്യൽ സ്റ്റേജ്. സോ ലൈക്ക് ഇൻ 360 degree വി വർ സഫറിങ് അറ്റ് ഓൾ പോയിന്റ്. ബട്ട് നമുക്ക് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷനിലേക്ക് ലൈക്ക് എവറിബഡി വാണ്ടഡ് ടു ബ്രിങ് ദാറ്റ് സൊല്യൂഷൻ ആൻഡ് ഗിവ് ഇറ്റ് ടു ഓൾ ദി കസ്റ്റമേഴ്സ് വി ഹാവ് അല്ലെങ്കിൽ ഓൾ ദി സ്റ്റുഡൻസ് വി ഹാവ്. എല്ലാ കുട്ടികളിലും ആ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ത്രൂ 1-on-1 സോൾവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. So we were always focusing on getting initial traction, getting initial customers and forgetting almost all the challenges. അത് മേ ബി ആ ഒരു വയസ്സിൻ്റെ ഗുണം കൂടി ആയിരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ ചാലഞ്ചസിലൊന്നും അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. വി വർ ഓൾവേസ് ഫോക്കസിങ് ഓൺ സ്കെയിലിംഗ് ദിസ്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫിനാൻസ് നമ്മൾ ഇതേപോലെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ കടങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കാലം ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 150 to 200 പേഴ്സൺസിൻ്റെ അടുത്തൊക്കെ നമ്മൾ പിച്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആഫ്റ്റർ 200 പിച്ചിങ് ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് റേസ് ചെയ്തത്. സോ ദ ഹോൾ ജേർണി വാസ് ലൈക്ക് എ മെസ്. ആ സമയത്ത് നമുക്ക് ലൈക്ക് നമ്മൾ 1-2 പേര് പിച്ചിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നതിന് ഫോർ റേസിങ് ഫണ്ട്സ്. ആക്ച്വലി അഗെയിൻ 5 പേരുള്ള ഒരു ടീമായതുകൊണ്ട്
2 പേര് ഫുള്ളി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഒരു 3 പേര് സ്ട്രോങ് പില്ലേഴ്സായിട്ട് ഓർഗനൈസേഷനകത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ ഹാവിങ് എ സച്ച് വെരി ബിഗ് ടീം വിത്ത് കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ് വാസ് ഓൾവേസ് എ വാല്യൂ അഡീഷൻ. സോ അഗെയിൻ ആ ടീമിൻ്റെ കോർ സ്ട്രെങ്ത് തന്നെയാണ് നമുക്ക് ഇനീഷ്യൽ ഡേയ്സിലെല്ലാം കമ്പനിയെ ഫോക്കസ് ചെയ്യാനും നമുക്ക് ചാലഞ്ചസ് നമ്മൾ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അതിലൊരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ റമീസ്ക പറഞ്ഞു ഇതിന് ബിഫോർ ദിസ് ഗ്രോത്ത് ഇതിന് ബിഹൈൻഡ് സീനിൽ ഒരുപാട് സീൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഞാൻ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ജോയിൻ ചെയ്ത് 1 year ആയി. ഈ 1 year ഞാൻ അതിൻ്റെ ശരിക്കും നെക്സ്റ്റ് പുതിയ ബിൽഡിംഗ് നമ്മുടെ പുതിയ ബിൽഡിംഗ് ലോഞ്ച് ചെയ്ത് അതിലേക്കാണ് ഞാൻ എൻ്റർ ആവുന്നില്ല ലാസ്റ്റ് നവംബറിൽ. അതിന് മുന്നേ നടന്ന സ്റ്റോറീസ് എന്താ ശരിക്കും എനിക്കറിയാം, ജസ്റ്റ് വീഡിയോസിൽ കണ്ടു എന്നുള്ളതുണ്ട്. അതിൽ നമ്മുടെ ടീമിലുള്ള എംപ്ലോയീസിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കോഫൗണ്ടറായ ഷിബ്ലിക്ക അരീക്കോട് അങ്ങാടിയിലൂടെ ബാക്കിൽ ബാനർ തൂക്കിയിട്ട് നടക്കുന്ന വീഡിയോസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് ഷിബ്ലിക്കാന്റെ സ്റ്റേജും ഇന്ന് ആ കമ്പനി നിൽക്കുന്ന അത് ശരിക്കും ഫോട്ടോയിലെ മുഖം കാണാത്തതുകൊണ്ടാ. സനാഫർ, ആനന്ദ്, ജസീം, സലാഹുദ്ദീൻ, പിന്നെ ഷിബിലി, ഇവരെല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ ഏർലി ടീം മെമ്പേഴ്സ്. സനാഫർ കോഫൗണ്ടറാണ്. പിന്നെ ആനന്ദ്, ഇവരെല്ലാം നമ്മുടെ വെരി ഏർലി സ്റ്റേജിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട്. സനാഫർ ഖാൻ, ആനന്ദ് ഖാന്റെ വീഡിയോസ് ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നല്ല രസമാണ്. അതുണ്ട്. യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന സനാഫർ അല്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടി ഇന്റർവ്യൂ ആരും കാണാത്ത എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോകണമെന്നാ ഞാൻ പറയുമ്പോൾ. യൂട്യൂബ് ചാനൽ കയറിക്കാണ്ട് ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ ആഡ് കാണണം ഇന്റർവെല്ലിന്റെ. ഇപ്പോഴും നമ്മൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ആ ജേർണി അതിൽ കാണാൻ പറ്റും. ഇന്റർവെല്ലിന്റെ ഓരോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഏത് സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ സക്സസ് റേറ്റിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് വെൻ ആസ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു പോയിട്ട് എന്ത് ജേർണിയാണ് എടുത്തിട്ടുള്ളത് കാണാൻ പറ്റുമ്പോഴേ തന്നെയാണ് നമുക്ക് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഇപ്പോഴത്തെ ഒരു മൊമെന്റിൽ മാത്രം നമ്മൾ സർവൈവ് ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് യു ഹാവ് ഡൺ ടു റീച്ച് വെർ യു ആർ ടുഡേ. അപ്പം ആ ഒരു ജേർണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇന്ന് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം വാട്ട് യു സീ ടുഡേ ഇസ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നോട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂം വന്നിട്ടുള്ളൊരു സാധനമെല്ലാം. ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ജേർണിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ടും ഉണ്ടായിട്ടാണ് ഈ ഒരു സാധനം സക്സസ്സിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ പറയാൻ ശ്രമിക്കാറുണ്ട്. കാരണം വി വാണ്ട് ടു ബി ഗ്രൗണ്ടഡ്, അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ആൻഡ് വി വാണ്ട് എവറി വൺ ടു ബി ഗ്രൗണ്ടഡ് ഓൺ ദാറ്റ് സെൻസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതൊരു ബ്രാൻഡിനായാലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാകും. അതാണ് ആ ബ്രാൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പോൾ റമീസ് പറഞ്ഞ പോയിന്റിൽ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എനിക്ക് ക്യാച്ച് ചെയ്തത്, അതായത് ഒരു 100 to 150 ആൾക്കാരോളം പിച്ച് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ ഇൻവെസ്റ്ററിനെ കാണാൻ പറ്റിയത്. അപ്പോൾ മെജോറിറ്റി ഓഫ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹൗ ടു ഫൈൻഡ് എ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യാന്നുള്ളത്. അപ്പം അതിൽ നിങ്ങളുടെ ഒരു ഇൻപുട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിൽ അഗെയിൻ ലൈക്ക് ഇപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് തന്നെ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന വെരി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഫണ്ട് റേസ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാർട്ടപ്പും ശരിക്കും ഫണ്ട് റേസ് ചെയ്യേണ്ടത് ആവശ്യമില്ല. സോ ദർ ആർ ലൈക്ക് ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് പ്രൊഡക്റ്റ് ഓർ വാട്ട് സർവീസ് ദേ ഗിവ്. സോ എല്ലാ സ്റ്റാർട്ടപ്സും ഫണ്ട് റേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നോമില്ല. അത് അഗെയിൻ എല്ലാവരും ചെയ്യേണ്ടതുമില്ല. അത് അവരുടെ ഗ്രോത്ത് മൈൽ സ്റ്റോൺസിന് അതിനനുസരിച്ചാണ്. സോ അഗെയിൻ എപ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി അഗെയിൻ ഐഡിയേഷൻ സ്റ്റേജിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ഇപ്പം വെരി റെയർ സെക്ടേഴ്സിൽ മാത്രമാണ് ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ ഫണ്ടിങ് നടക്കുന്നുള്ളൂ. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ബേസിക് സാസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ലെറ്റ്സ് എ ടെക് പ്ലാറ്റ്ഫോം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഇനീഷ്യൽ ഏഞ്ചൽ റൗണ്ട് ആയാലും ഏത് റൗണ്ട് ആയാലും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. സോ ഇനീഷ്യലി നമ്മൾ എന്തിനാണ് ഫണ്ട് റേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വർ ഹാവിങ് എ ഗുഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ബിക്കോസ് പാരൻസ് വർ വെരി ഈഗർ ടു പേ ടു അസ് ലൈക്ക് ഫോർ മൾട്ടിപ്പിൾ കോഴ്സസ്. ഒരു കോഴ്സ് എടുത്ത ആൾ തന്നെ രണ്ടാമത്തെ കോഴ്സ് എടുക്കാൻ വീണ്ടും പേ ചെയ്യാൻ റെഡി ആയിരുന്നു. പിന്നെ നമ്മുടെ പല പ്രൊഡക്ട്സിനും ആക്ച്വലി നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് പല പ്രൊഡക്ട്സ് ഈ തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടോ. ലൈക്ക് നമ്മുടെ മോണ്ടിസോറി പ്രോഗ്രാമൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് എൻക്വയറി വന്നിട്ടുള്ള പ്രോഗ്രാംസാണ്. സോ ഒബ്വിയസ്ലി അവിടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോഴ്സസ് എല്ലാം ലിസ്റ്റ് ചെയ്തു, വിച്ച് മീൻസ് പ്രൊഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്തു. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വി ഹാഡ് സം ഗ്രോത്ത് മൈൽ സ്റ്റോൺസ്. നമുക്ക് GCCയിൽ ഇത്രയും എക്സ്പാൻഡ് ചെയ്യണം, ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് വരണം.
അപ്പോൾ എഗെയിൻ ഗ്രോത്ത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് വി ആർ എക്സ്പെക്ടിങ് സം ഗ്രോത്ത് വിച്ച് ഈസ് വെരി എക്സ്പൊണൻഷ്യൽ, ആ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ ഫ്യൂവൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് വേണ്ടി വരും. സോ ബേസിക്കലി ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ, അതൊരു നെസസിറ്റി അല്ല. എനിക്കൊന്ന് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം വെരി ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഐഡിയേഷൻ സ്റ്റേജ്, സീഡ് സ്റ്റേജിലൊക്കെ ഉള്ള സ്റ്റാർട്ടപ്പുകൾ പലപ്പോഴും ഈ ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ജനറലി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ വാണ്ട് ടു സീ ദി ട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ബേസിക് ട്രാക്ഷൻ. ഈ പറഞ്ഞ ഒന്ന് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് പോലെ തന്നെയുള്ളൊരു സാധനമാണ് പ്രൊഡക്റ്റ് പ്രോബ്ലം ഫിറ്റ് എന്ന് പറയുന്ന സാധനം. അതായത് ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ ഇത് എത്രത്തോളം ഈ പ്രോബ്ലത്തിന് ഫിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പോലും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം മാർക്കറ്റിൽ അത് ഫിറ്റ് ആവുമെന്ന് അറിയുകയും അതിലൊരു ബേസിക് ട്രാക്ഷൻ അല്ലെങ്കിൽ ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർ പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ റവന്യൂ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് എഗെയിൻ പോകേണ്ടത്. പിന്നെ മറ്റൊരു സാധനം ഉള്ളത്, പലപ്പോഴും ഇതിൽ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഡയലൂട്ട് ചെയ്യും. നമ്മൾ സ്റ്റേക്ക് ഡയലൂട്ട് ചെയ്യും. ഡയലൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഇനീഷ്യലി നമ്മൾ ആ ഒരു കുറച്ചും കൂടി സ്ട്രെയിൻ എടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവും അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം ഹോൾഡ് ചെയ്തിട്ട് ആ പെയിൻ എടുക്കാൻ പറ്റും, അപ്പോഴാണ് ആസ് എ ഫൗണ്ടർ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ ഫോക്കസ് ആണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കൂടി ഒരു ഇൻവെസ്റ്ററിന് മുമ്പിലേക്ക് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി തന്നെ എല്ലാം ഫണ്ട് റേസ് ചെയ്തിട്ട് ചെയ്യൂ എന്നുള്ളൊരു മോഡൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളൊരു കാര്യം. രാജുജി, ഇപ്പോൾ ഒരു കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്ന, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അക്കാഡമിയിൽ പല സ്റ്റുഡൻസിനോടും എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും. ഇവർ എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന മറുപടി. സോ അവർക്കൊരു ഒരു 5 steps നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല, ഇവിടെ ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഇൻക്യുബേറ്റേഴ്സ് ആയിക്കോട്ടെ, IDC പോലത്തെ ഇപ്പം കേരളത്തിൻ്റെ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ കോളേജുകൾക്കകത്ത് ഒരുപാട് കോളേജുകൾക്കകത്ത് തന്നെ ഈ IDC പോലത്തെ സിസ്റ്റംസ് ഉണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ക്യാപിറ്റലോ ഉള്ള സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് വെരി സ്മോൾ ആയിട്ട് ഭയങ്കര ചെറിയ രീതിയിൽ ചെയ്തിട്ട് അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക, ഓക്കെ ഒരു 5 കോടി വേണം അല്ലെങ്കിൽ 10 കോടി വേണം, എന്നാലാണ് ഞാൻ എന്തെങ്കിലും തുടങ്ങുക എന്ന് വിചാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനപ്പുറത്തേക്ക് ഒരു 1 lakho 2 lakho ഏറ്റവും മിനിമം ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ ഞാൻ മാത്രം അടുത്ത സ്റ്റേജിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൽ, കാരണം നമ്മളെപ്പോഴും പറയുന്നത് സ്റ്റാർട്ടപ്പിന്റെ ഫെയിലിയർ റേറ്റ് ഭയങ്കര ഹൈ ആണെന്നുള്ളത്. ആ ഫെയിലിയർ റേറ്റ് ഹൈ ആണെന്നുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സൊല്യൂഷൻ എത്രത്തോളം മാർക്കറ്റിൽ ഫിറ്റ് ആണ് അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം അത്തരം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പോവുക. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് ട്രൈ ചെയ്യുക, വർക്ക് ആവുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അത് വിടുക, അടുത്ത ഐഡിയയിലേക്ക് പോവുക. ഇതിലെന്താണെന്ന് അറിയോ, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണമെന്നൊരു നിർബന്ധമില്ല. സോ ബേസിക്കലി പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് എ പ്രോസസ്സ്. അത് നമ്മളൊരു കമ്പനിയായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് പ്രൊഡക്റ്റിൽ ആ മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെല്ലുക, ലൈക്ക് അവരുടെ റെസ്പോൺസ് അറിയാം, കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് അറിയാം. മേ ബി നമുക്കൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണമെന്ന് പോലും ഇല്ല. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ യൂസ് കേസ് ഇതാണ്, സോ അതിന് ഇത്ര പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വുഡ് യു പേ ഫോർ ഇറ്റ്, അത് നമുക്ക് ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഇനീഷ്യൽ കൈൻഡ് ഓഫ് ഒരു വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാലും വി ക്യാൻ സംഹൗ റിലേറ്റ് ടു ദി പ്രൊഡക്റ്റ് മാർക്കറ്റ്. അറ്റ്ലീസ്റ്റ് ആൾക്കാർ അത് പേ ചെയ്യോ ഇല്ല എന്നുള്ളൊരു വാലിഡേഷൻ എങ്കിലും കിട്ടും. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ഇനഫ് ഫോർ റേസിങ് ഫ്യൂ ഗ്രാൻഡ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരുപാട് ഗവൺമെൻറ് ഗ്രാൻഡ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഒരു 5 to 7 lakhs അല്ലെങ്കിൽ 5 to 10 lakhs ഒക്കെ ഗ്രാൻഡായിട്ട് റേസ് ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് തുടക്കത്തിൽ നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അതിനൊരു സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ശരിക്കും ഫണ്ട് ഒരു പ്രോബ്ലമായിട്ട് വരില്ല. ഈ ഫണ്ട് പ്രോബ്ലമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ വി ആർ ഗോയിങ് ഇൻ സെർച്ച് ഓഫ് പ്രോബ്ലംസ്. നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാനും വേണ്ടിയിട്ട് പ്രോബ്ലംസ് സെർച്ച് ചെയ്യുന്നു. അപ്പം ആ പ്രോബ്ലംസിനോട് നമുക്ക് അത്ര പാഷൻ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിസയർ അത്രേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഫണ്ട് ഒരു പ്രോബ്ലമായി വരും. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ മാജിക് മണി കോൺക്ലേവിൽ ഒരു ഫ്രണ്ട് എന്നോട് വന്ന് സംസാരിച്ചു വെച്ചാൽ അവന് ഒരു സ്റ്റാള് കണ്ട് തിരിച്ചു വന്ന് അവിടെ സാഡായി നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ ഞാനും എൻ്റെ ടീമും വർക്കൗട്ട് ചെയ്ത സ്റ്റാർട്ടപ്പ് കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ ഡള്ളായി എന്നുള്ളതാണ്. സോ ഞാൻ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് പല സ്ഥലത്തും പല ആളുകൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഐഡിയ അല്ല പ്രാധാന്യം, ഹൗ വി എക്സിക്യൂട്ട്. ഞാൻ അവനോട് പറഞ്ഞത് ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും, ബട്ട് ഹൗ വി ഗോയിങ് ടു എക്സിക്യൂട്ട് ഈസ് എന്നുള്ളതാണ് പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടോ? അല്ല, ബേസിക്കലി ഇപ്പം റമീസ് പറഞ്ഞതുപോലെ ഏത് ഐഡിയയും അത് വാലിഡേറ്റ് ചെയ്യപ്പെടുകയും അത് സ്കെയിൽ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ അതൊരു
സ്റ്റാർട്ടപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ടോ റവന്യൂ മേക്കിംഗ് സോഴ്സ് ആയിട്ടോ മാറുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ ഇത് ബേസിക്കലി ഒരു ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സിലുള്ള ഇപ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നേരെ ഒരു CA അടുത്ത് പോകും, 5 വർഷത്തെ പ്രൊജക്ഷൻ ഉണ്ടാക്കും, എന്നിട്ട് അത് ഇവിടെ ഈ റവന്യൂ എത്തും, എന്നിട്ട് ആളുകളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാർട്ട് സ്മോൾ, അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ആ ഐഡിയ നിങ്ങൾക്ക് ബെസ്റ്റ് ഐഡിയ ആണെന്ന് തോന്നുന്ന ഐഡിയയെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണോ ഇല്ലോ എന്നുള്ളത് നിങ്ങളോട് മാർക്കറ്റ് പറയും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ സ്കെയിൽ ചെയ്യുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറയണ ഗ്രാൻഡ് ആയാലും അല്ലെങ്കിൽ ഇൻക്യുബേഷൻ ആയാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അല്ലാതെ നിങ്ങളുടെ കയ്യിലൊരു നല്ല MVP ഇല്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. അൺലെസ് യു ഡോണ്ട് ടെസ്റ്റ് ഓൺ മാർക്കറ്റ്, യു ഡോണ്ട് ഹാവ് എൻ MVP വിത്ത് യു. അത് റിയാലിറ്റിയാണ്. ഒബ്വിയസ്ലി ലൈക്ക് ഇതിലുള്ളൊരു കോമൺ പോയിന്റ് എന്താ പറയുക, അതായത് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മളിവിടെ ഒരു 10 ഐഡിയ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 8 ഐഡിയാസ് ഓൾറെഡി US ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. സോ ബേസിക്കലി US പല സ്റ്റാർട്ടപ്പ് ഐഡിയാസും ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബട്ട് അഗെയിൻ ഇറ്റ് വർക്ക്സ് റൈറ്റ്. ഇപ്പം നമ്മുടെ ഫുഡ് ഡെലിവറി ആയി കഴിഞ്ഞാലും ഈവൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. ഇനി നമ്മുടെ ഇൻട്രോലിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രോയിൽ തുടങ്ങുന്നതിൻ്റെ 10 ഇയേഴ്സ് മുന്നേ 1-on-1 പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്, ഗോ സ്റ്റുഡൻറ്റ്, ഔട്ട് സ്കൂളൊക്കെ പോലെ. പക്ഷേ ഇവർക്ക് ആർക്കും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ദാറ്റ് ഈസ് വെർ ഇൻ്റർവെൽ ബിക്കെയിം സക്സസ്ഫുൾ. അപ്പോൾ അവർക്ക് US അവർക്ക് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളത് എന്ത് ചെയ്തു, ഇന്ത്യൻ വേർഷൻ നമ്മൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ എപ്പോഴും നമ്മളത് എക്സിക്യൂഷനിൽ അതിനൊരു യുണീക്നെസ് ഉണ്ടാവും. ആ യുണീക്നെസ് മതി ഒരു സ്റ്റാർട്ടപ്പ് സർവൈവ് ചെയ്യാൻ. അല്ല, എനിക്കൊന്നും അത് തന്നെയാണ്. അതായത് ഇപ്പം പലപ്പോഴും ഈ 0 to 10 ജേർണി എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഫേസ് എടുക്കുകയും അതിന് നല്ല പെയിൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ആ പെയിൻ എടുത്തിട്ട് അതിനെ ബിൽഡ് ചെയ്തിട്ട് പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം ഈ 0 to 10 എത്തിയിട്ട് പിന്നെ ഈ 10 to 50 അല്ലെങ്കിൽ 10 to 60 ഒക്കെ പോകുന്ന ജേർണി ആളുകൾ സ്ട്രഗിൾ ചെയ്യും. അത് അടുത്ത ഫേസാണ്. അതിനെ ഫസ്റ്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതേപോലെ ട്രീറ്റ് ചെയ്യുന്നതിന് കൊണ്ടും കാര്യമില്ല. അപ്പോൾ അതിനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അതിനൊരു സ്കെയിലബിൾ മോഡലിലേക്ക് അല്ലെങ്കിൽ സ്കെയിലബിലിറ്റിയിലേക്ക് അതിനെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാനും കൂടി പറ്റുമ്പോൾ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സംഭവിച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ചെറിയൊരു പെർസെൻറ്റേജാണ് ഇനീഷ്യൽ 0 to 10 സർവൈവ് ചെയ്യുക. ഇനി 0 to 10 എത്തിയിട്ട് 10 സ്റ്റാഗ്നൻസി ഹിറ്റ് ചെയ്തിട്ട് ഡൈ ഓഫ് ആവുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ അത് അടുത്ത ഫേസാണ്. കാരണം അതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കണം എന്നറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പ്. എനിക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു സ്കിൽ സെറ്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് മൈൻഡ് സെറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അത് ആക്ച്വലി എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒരു കോംപ്ലിമെന്ററി മൈൻഡ് സെറ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. അപ്പം ഞങ്ങൾ 5 ആളുടെ ഇടയിൽ 5 ഡിഫറെൻറ്റ് സ്വഭാവമുള്ളവരാ. അതിൽ ഫിനാൻഷ്യലി എന്ത് റിസ്ക് എടുക്കാൻ 5 പേർക്കും കപ്പാസിറ്റി ഇല്ല. പക്ഷെ അതിൽ 2-3 പേർക്ക് ഫിനാൻഷ്യലി റിസ്കുകൾ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 5 പേരും എക്സിക്യൂഷൻ ലെവൽ ഭയങ്കര അടിപൊളിയല്ല. പക്ഷേ 2-3 പേര് എക്സിക്യൂഷനിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആ കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റാണ് നമ്മളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ അതുകൊണ്ട് തന്നെയാണ് പല സ്റ്റാർട്ടപ്സും സിംഗിൾ ഫൗണ്ടർ ആകുമ്പോൾ അത് സർവൈവ് ആവാത്തത്. എപ്പോഴും ആ കോംപ്ലിമെൻ്ററി സ്കിൽസും വില്ലും അതുപോലെ തന്നെ സ്കില്ലും വില്ലും രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്കൗട്ട് ആവണം. ബട്ട് ഇനി കോമൺ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ആ പ്രോബ്ലത്തിനോടുള്ളൊരു ഡിസയർ, പാഷൻ എന്നൊക്കെ പറയാം, അത് സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഫയർ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ഡ്രൈവ് അസ് ത്രൂ ഔട്ട് ഓൾ ദി ചലഞ്ചസ്. എല്ലാ ചലഞ്ചസും എല്ലാ ഹേർഡിൽസും ചാടി കിടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏക കാര്യം നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മളുടെ ഡിസയർ ആയിരിക്കും. സോ ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരിലും കോമൺ ആയിട്ട് വേണം. പിന്നെ സോഷ്യൽ പ്രഷറുകൾ ഇല്ലാത്തവരായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് എല്ലാ കൈൻഡ് ഓഫ് സോഷ്യൽ പ്രഷറും, ഈവൻ കല്യാണം കഴിക്കുന്നതായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സാലറീഡ് ജോബിലേക്ക് മാറാനുള്ള അത്തരം പ്രഷേഴ്സൊക്കെ അത് അഗെയിൻ ഞങ്ങൾക്ക് ആർക്കും അതില്ല എന്നുള്ളതല്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന് ആ ഏജായിരുന്നു, പിന്നെ എല്ലാവരുടെയും ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പ്രഷർ തന്നു കഴിഞ്ഞാൽ പ്രഷറിലാവുന്നവരായിരുന്നില്ല ഞങ്ങൾ. അതെ, അതൊരു ഫാക്ടറാണ്, വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, ഇതിൽ വേറൊന്നും ഐ തിങ്ക് ഇല്ല. ഇനി നമുക്ക് സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ ഒരു കോഫൗണ്ടർ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂവായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ 26 വയസ്സായിട്ടും ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഫുള്ളി ജീവിതം ഇന്റർവ്യൂവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ നിഖിൽ കമ്മത്ത, പേര് ഞാൻ പറയുന്നില്ല, കമന്റ് ബോക്സിൽ വരട്ടെ.
ഓക്കെ, ഇപ്പൊ നമ്മളൊരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആ കമ്പനിയുടെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഗെയിൻ ഞാൻ വരുന്നത് സ്റ്റാർട്ടപ്പിലോട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ഫോർമേഷൻ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് തിങ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒബ്വിയസ്ലി പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലെങ്കിൽ പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റ്, അത് റിയലി മാർക്കറ്റിലുള്ള പ്രോബ്ലം ആണോ എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് തിങ് റൈറ്റ് ടീമിനെ ഫൗണ്ട് ചെയ്യുന്ന കൊടുത്താണ്. കാരണം നമ്മുടെ ഇനീഷ്യലി നമ്മുടെ കൂടെ ഉണ്ടാവുന്ന മനുഷ്യന്മാരാണ് നമ്മളുടെ സ്റ്റാർട്ടപ്പിന് ഏറ്റവും കൂടുതൽ ലൈക്ക് എക്സ്പെറൻഷ്യലി ഗ്രോ ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ ഷട്ട് ആവാനും റീസൺ ഉണ്ടാവുന്നത് ഇനീഷ്യലി നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരാണ്. അത് എല്ലാവരും കോഫൗണ്ടേഴ്സ് ആവണമെന്നില്ല. അത് ഏർലി എംപ്ലോയീസ് ആയിരിക്കാം, കോഫൗണ്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി മെൻറ്റേഴ്സ് ആയിരിക്കാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പീപ്പിൾ ഹു ആർ സറൗണ്ടഡ് വിത്ത് us. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാർ, അതിൽ ഫാമിലി എല്ലാം ഉൾപ്പെടും. സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന, നമുക്ക് കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ് തരുന്ന കൈൻഡ് ഓഫ് ഹ്യൂമൻസിനെ സറൗണ്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ലൈക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത്ര കോഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് തുടങ്ങാൻ പറ്റുമെന്നുള്ളൊരു നോം അഗെയിൻ വെക്കുന്നതിൽ ലോജിക്കില്ല. സോ അഗെയിൻ സറൗണ്ട് പീപ്പിൾ ഹൂ ഗിവ്സ് കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ് ഓർ ഹൂ ഹാവ് എ ഗ്രേറ്റ് വിൽ ഓർ ഹൂ ട്രസ്റ്റ് ഇൻ us. അത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുക. പിന്നെ സോർട്ട് ഔട്ട് ചെയ്യാം കോഫൗണ്ടേഴ്സ്, ഇതിൽ ആര് കോഫൗണ്ടർ ആവണം, അല്ലെങ്കിൽ ആര് നമ്മുടെ കൂടെ ലോങ് ജേർണിയിൽ നിൽക്കും എന്നുള്ളതൊക്കെ. അതാണ് സെക്കൻഡ് തിങ്. ദെൻ തേർഡ് തിങ് ഒബ്വിയസ്ലി ഐ വുഡ് സേ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉള്ള ഒരാൾ ടീമിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാരണം മോസ്റ്റ് ഓഫ് ദി സ്റ്റാർട്ടപ്സ് ആഫ്റ്റർ എ സെർട്ടൈൻ പോയിന്റ് അവർ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം. സോ ഇതർ എല്ലാ ഫൗണ്ടേഴ്സിനും ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നല്ല സ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കൾച്ചറാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. നമ്മുടെ 5 പേരിൽ ഒരാൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഹി വാസ് പെർസ്യൂയിങ് ACCA വൈൽ ഹി ജോയിൻഡ് us. അല്ലെങ്കിൽ നമ്മൾ കമ്പനി ഫോം ചെയ്യുന്ന സമയത്തോ ACCA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ചെയ്തല്ലേ എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി വാസ് വെരി ഗുഡ് വിത്ത് നമ്പേഴ്സ്. അത് ഇന്നായി കഴിഞ്ഞാൽ ഔട്ടാണെങ്കിൽ, ഈവൻ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ, ഈവൻ വിത്ത് ഡാറ്റ ആൻഡ് MIS എവറിത്തിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ നമ്മുടെ ടീമിലുള്ളത് നമുക്കൊരു ഗ്രേറ്റ് വാല്യൂ അഡീഷൻ ആയിരുന്നു. അപ്പം നമ്മളെ എത്ര ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് അല്ലെങ്കിലും നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാൻ അങ്ങേര് മതി. അപ്പം ആ ഒരു സ്കിൽ സെറ്റ് എയ്തർ വൺ ഓഫ് ദി ഫൗണ്ടറിന് അഫ്താബ് ചിരിക്കും. കാരണം അഫ്താബിന് ഒരു ഫണ്ട് പാസ്സാവാനുള്ള ബുദ്ധിമുട്ട് അഫ്താബിന് അറിയാം. അപ്പോൾ അഗെയിൻ അങ്ങനെ ഒരു ടീം മെമ്പർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു ടീം മെമ്പർ ഇല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് മുതലേ സിൻസ് ഡേ 0 ആ ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ആർ ദി 3 things or 3 areas which I feel is very important. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചും. അത് തന്നെയാണ് ഒന്ന്, ഡെഫിനറ്റ്ലി ഫിനാൻസ് അത് മാൻഡേറ്ററി ആണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബിസിനസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൽ ലോസ് മാത്രമേ പിന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു മസ്റ്റ് ഫാക്ടറാണ്. രണ്ടാമത്തേത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കാണുന്നത് ഈ പറയണ ഇനീഷ്യൽ ഫേസിൽ ഇപ്പോൾ റമീസ് പറഞ്ഞതുപോലെ ഫൗണ്ടേഴ്സിനെ ഫോം ചെയ്തിട്ട് ആദ്യം ഞാൻ ഫൗണ്ടേഴ്സാണ്, ആദ്യം പോയി കമ്പനി രജിസ്റ്റർ ചെയ്തു, ആ ഫൗണ്ടേഴ്സിൻ്റെ പേരിൽ കുറച്ച് ഡയറക്ടേഴ്സിനെ ഉണ്ടാക്കി, എന്നിട്ട് ഇത് റൺ ചെയ്യാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ 0 to 10 ജേർണിയിൽ ഉണ്ടാക്കുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ, ആ സ്ട്രഗിളിൽ ചിലപ്പം ഇനീഷ്യലി എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെയിൻ എടുക്കാനും ആ പ്രോബ്ലത്തിലും അല്ലെങ്കിൽ സൊല്യൂഷനിലും സ്റ്റിക്ക് ഓൺ ചെയ്യാനും പറ്റുന്ന ആളുകളാണ് ഇവഞ്ച്വലി ഫൗണ്ടേഴ്സ് ആവേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ബേസിക് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫൗണ്ടേഴ്സ് പോലും ഫോം ചെയ്യപ്പെടുന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യൽ ഐഡിയയിൽ വന്ന എല്ലാ ആളുകളും ചിലപ്പം ആ ഫൗണ്ടേഴ്സായിട്ട് അതിൽ ഉണ്ടാവുക പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഫൗണ്ടേഴ്സ് ഫോമിങ് ഒരു ഭയങ്കര ക്രൂഷ്യലാണ്. റൈറ്റ് ഫൗണ്ടേഴ്സിനെ ഫോം ചെയ്യുമ്പോൾ റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ അറൌണ്ട് ദം ഓൾസോ വിൽ ബി ഫോംഡ്. ആ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ഉത്തരം പറയാൻ ആൾ തന്നെ നല്ല. ഇപ്പൊ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ഉള്ള സ്റ്റാർട്ടപ്പുകളിൽ മീഡിയേഷൻ ആൻഡ് നെഗോഷിയേഷൻ ആണ് രാവിലെ. അല്ല, ഞാൻ ഒരു പരിധിവരെ പല സ്റ്റാർട്ടപ്പുകളിലെയും ഫൗണ്ടേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അതായത് നമ്മൾ ഒരു നമ്പർ ഓഫ് അല്ല അത് ഇത്രേ ഉള്ളൂ. അതായത് റൈറ്റ് സെറ്റ് ഓഫ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രോത്തിന് ഏറ്റവും അധികം ഹിൻഡർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഫാക്ടറായിട്ട് പുറത്ത് വിസിബിൾ ആവില്ല, ബട്ട് ഇന്റേണലി ഏറ്റവും വലിയ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടറായിട്ട് ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് മാറും. അപ്പോൾ ഈ പറയുന്ന കോംപ്ലിമെൻറ്റിങ് ഇല്ലാതെ, ഈ പറയുന്ന പെയിൻ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റാതെ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, ഇന്റേണലി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പിന്നെ പുറത്തേക്ക് ചിന്തിക്കുക പോലും വേണ്ട. അതായത് ഇന്റേണലി ആ ഒരു ഇത് ഫിക്സ് ചെയ്യാതെ പുറത്തേക്കുള്ള ഗ്രോത്തിനെ കുറിച്ച് ഇമാജിൻ ചെയ്യേണ്ട. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ആ സാധനം പോവുക. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോമിങ് അത്
ടൈം എടുത്ത് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഉണ്ടാവും. നമ്മൾ ഈ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓറിയന്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എല്ലാവരും ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ കാണുന്ന ഒരു കോമൺ പാറ്റേൺ, ഓക്കെ, ആളുകൾ കരിയർ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജും അല്ലെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്ത് വരുന്ന ആളുകളുടെ പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. അത് ബേസിക്കലി ആളുകൾ ദേ ആർ കേപ്പബിൾ ഓഫ് ലേണിംഗ്, അൺലേണിംഗ് ആൻഡ് റീലേണിംഗ്. ഈ പ്രോസസ്സിന് ദേ ആർ ഹൈലി കേപ്പബിൾ. അപ്പോൾ അവർ ആ കപ്പാസിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു സ്റ്റഡി കണ്ടു, ജെൻസീസ് വിൽ സ്റ്റേ ഇൻ എ പ്ലേസ് ഓർ ഇൻ എ റോൾ ഫോർ അപ്രോക്സിമേറ്റ്ലി 1.6 years. അതാണ് അവരുടെ ലൈഫ് സ്പാൻ ഇൻ എ റോൾ. ആൻഡ് ദേ വിൽ ഈസിലി ഗെറ്റ് ബോർഡ് ഔട്ട് ഓഫ്. സോ അവർ അതിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് അടുത്ത സാധനം എക്സ്പ്ലോർ ചെയ്യും. ആ എക്സ്പ്ലോർ ചെയ്യുന്ന സ്പേസ് ഒരു കമ്പനീൻ്റെ കൾച്ചറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ദേ വിൽ ഫൈൻഡ് അനദർ സ്പേസ് ഫോർ ഇറ്റ്. അതാണ് അതിൻ്റെ ബേസിക് ലോജിക്. ആക്ച്വലി ഇതേ റീസൺ കൊണ്ടാണ് ഡോട്ടിനൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആയത് തന്നെ. ബിക്കോസ് ലൈക്ക് ഡോട്ടിനെ ആസ് എ ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് നോ ഭയങ്കര പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉള്ള ഒരു ഏരിയയാണ്. ബിക്കോസ് ദേ ആർ ഫോക്കസിങ് ഓൺ ഗിവിങ് സ്കിൽസ് ടു ദി ജെൻസി, റൈറ്റ്? എല്ലാ സ്റ്റുഡൻസും ഓൾമോസ്റ്റ് ജെൻസി ആണ്. സോ അവരെല്ലാം മേ ബി സയൻസ് പഠിച്ചവരായിരിക്കും, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരായിരിക്കും. അവരെ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ കോഡിങ്ങോ ഇതൊന്നും +1 +2 പഠിച്ചിട്ടല്ല വരുന്നത്. സിൻസ് അവർ +2 കഴിഞ്ഞിട്ട് അവരെന്ത് ഓപ്റ്റ് ചെയ്യാണ്, സ്കിൽ അക്വയർ ചെയ്യണമെന്ന് ഓപ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഡോട്ടിൻ ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ദം. അതുകൊണ്ട് അവർ വരുന്നു, അഡ്മിഷൻ എടുക്കുന്നു, പഠിക്കുന്നു. അവർ അഗെയിൻ ഒരു എൻറ്റയർലി അവരൊരു 2 years മുന്നേ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു പുതിയ കരിയർ അവർ ഓപ്പൺ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ജെൻസി. സോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ജെൻസികൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പം ബിൽഡായി വരുന്നുണ്ട് അവർക്ക് സ്കില്ല് പഠിക്കാനും വേണ്ടിയിട്ടുള്ള. ആക്ച്വലി രാഘവ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ആയാലും ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കൾച്ചറാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു മോഡ് ഓഫ് ലേണിംഗ് മെത്തേഡിലായാലും ഒരു ഗ്രൂപ്പായി തിരിച്ച് ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഒരു ചാലഞ്ചുകൾ കൊടുത്ത് വെരി ഗുഡ് അത്തരത്തിൽ യെസ് ലൈക്ക് ഒരു കോമ്പറ്റീഷൻ മോഡലിലൊക്കെ സെറ്റപ്പ് ചെയ്ത്. സോ എനിക്ക് കുറച്ചുകൂടി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് രാഹുലിനോട് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇത്ര ഞങ്ങളെ പോലുള്ള വന്നിട്ട് ഹൗ വാസ് എക്സ്പീരിയൻസ്? അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പക്ഷേ ഞാൻ 1991 ബോണാണ്. പക്ഷേ അത് പറയേണ്ടി വരികയാണ്. പക്ഷേ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ഈ ഇത്രയും 13 വർഷമായിട്ട് ഈ ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നു, ഒരു പക്ഷേ ഞാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയയും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയും ട്രൈ ടു ബിക്കം എ ജെൻസി തന്നെയാണ്. കാരണം എനിക്ക് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനീസിന്റെ കൾച്ചറിൽ ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ പോലും ഐ ഹാവ് ടു ചേഞ്ച് ലോട്ട് ഓഫ് തിങ്സ്. ഇൻഹെറൻ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള എൻ്റെ ജനറേഷനിൽ വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പം അതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ ഐ ആം നോട്ട് ഫിറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ കമ്പനികൾക്കോ കൾച്ചറിനോ ഇത് മാറാതിരിക്കുന്നില്ല, അത് ഡെഫിനറ്റ്ലി മാറും. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ടു വർക്ക് എക്സ്ട്രാ മൈസെൽഫ് ടു അഡോപ്റ്റ് ടു വാട്ട് യു ഗൈസ് ആർ. അതായത് അത് ചിലപ്പം നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില നീഡുകളായിരിക്കാം, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ആയിരിക്കാം, ചില ജാഗൻസ് ആയിരിക്കാം. ആ ചില വേർഡുകൾ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇത് എന്താണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എത്രയോ സമയമുണ്ട്. പക്ഷേ ഐ റിയലി ഹാവ് ടു അഡോപ്റ്റ് ടു ഇറ്റ്. അത് മാത്രമാണ് ചോയ്സ് ഉള്ളത്. അപ്പോൾ ആ സ്പേസിലേക്ക് നിന്നിട്ടില്ലെങ്കിൽ ഐ എം നോട്ട് ദെയർ. സോ മില്യണത്തിൽ ജെൻസിയിലേക്കുള്ള യാത്രയിലാണ് താങ്കൾ എന്ന് പറയുന്നത്. കാരണം ഇത് ആസ് എ ലീഡർ, ഇഫ് ഐ ഡോണ്ട് ഇവോൾവ് ദാറ്റ് വേ, ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ലീഡിങ് പീപ്പിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാ ലീഡേഴ്സ്, ഇപ്പം ഫൗണ്ടേഴ്സ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഏത് ടോപ്പ് ലെയറിൽ ലീഡേഴ്സ് ആയി കഴിഞ്ഞാലും, ഇഫ് യു ആർ നോട്ട് പുട്ടിങ് എഫേർട്ട് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ്, യു ആർ നോട്ട് ഗോണ സർവൈവ് ഇൻ ദി സ്പേസ്. അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് യു ക്യാൻ കംപ്ലെയിൻ, യു ക്യാൻ സേ ഹേ ജെൻസീസ് ആർ ലൈക്ക് ദാറ്റ്, ദിസ് വേ ദാറ്റ് വേ, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയാം. ബട്ട് അൾട്ടിമേറ്റ്ലി if you really want to run your business, your workforce is going to be Gen Z, and if you don't evolve, sorry, stop your business and go. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. അതായത് ലൈക്ക് യു ഹാവ് സീൻ ലോട്ട് ഓഫ് ജെൻസി പീപ്പിൾ, റൈറ്റ്? അപ്പം ആ കൂട്ടത്തിൽ ഞങ്ങൾ 5 ജെൻസി ഫൗണ്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല ഞാൻ ജെൻസി ആണെന്നുള്ളത്. സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ 5 പേര് ജെൻസി ആണെന്ന് തന്നെ വിചാരിക്കുക. സോ യു ഹാവ് സീൻ ലോട്ട് ഓഫ് ഫൗണ്ടേഴ്സ് ആൻഡ് ആക്ച്വലി യു ആർ എ പേഴ്സൺ ഫ്രം കണ്ണൂർ, കുറേ കാലം ബാംഗ്ലൂർ ആയിരുന്നു, പിന്നെ കാലിക്കറ്റ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ Tier 1 Tier 2 സിറ്റീസിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം യു ഹാവ് ട്രാവൽഡ് ഓൾ ദി വേ ഫ്രം ബാംഗ്ലൂർ ആൻഡ് കണ്ണൂർ ടു എ പ്ലേസ് കോൾഡ് അരീക്കോട്, വിച്ച് ഈസ് എ Tier 4 village, and working with a group of Gen Z people. So how do you feel it? Like you have taken a
വെരി ക്രൂഷ്യൽ ഡിസിഷൻ അറ്റ് എ പോയിന്റ് ഓഫ് യുവർ ടൈം. അപ്പോൾ ജീവിതത്തിൽ ആ ഒരു മൊമെന്റിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, ഇന്ന് അതിൽ അഭിമാനിക്കുന്നോ അതോ അതിൽ ഖേദിക്കുന്നോ എന്നുള്ളത് ഇന്ന് വെളിപ്പെടുത്തണം. ആൻഡ് അഗെയിൻ ആസ് Gen Z founders, how do you see these 5 Gen Z founders? ഞാൻ അങ്ങനെ ഡിസിഷൻ എടുത്തത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യൽ ഡിസിഷൻ ആയിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബാംഗ്ലൂർ പോലത്തെ ടയർ 1 സിറ്റിയിലെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഓപ്പർച്യൂണിറ്റീസും സാധനങ്ങളും എനിക്കൊരു പോയിന്റിൽ അതിൽ നിന്ന് മാറണം എന്ന് വിചാരിച്ചാണ് കാലിക്കറ്റിലേക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്. പക്ഷെ അവിടുന്ന് ഞാൻ തിരിച്ചു വീണ്ടും ഈ ടയർ 2 കാലിക്കറ്റിൽ നിന്ന് ടയർ 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇനീഷ്യലി. അതായത് എനിക്കിഷ്ടമാണ് ഞാൻ സാധാരണ എല്ലായിടത്തും പറയാനുള്ള സാധനം, അതായത് നല്ല എയർ, നല്ല വെള്ളം, ഇതൊക്കെ ഒരു ഫാൻസി സാധനം. പക്ഷെ ഒരു പോയിന്റിന് ശേഷം വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് ഈസ് ദി പീപ്പിൾ അറൗണ്ട് യു, അല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അതിന് ഞാൻ പല രീതിയിൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ 1 സിറ്റിയിൽ ഉള്ള ജെൻസീസിൻ്റെ പല സാധനങ്ങളും ഇപ്പോൾ സ്ലോലി ടയർ 4ലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി എനിക്ക് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ടയർ 1ൻ്റെ കൂടെ ഞാനൊരു 3-4 വർഷം മുമ്പ് ചെയ്ത സാധനങ്ങൾ ഇന്ന് ടയർ 4ൻ്റെ അകത്തേക്ക് വരുന്നേ ഉള്ളൂ എന്നുള്ള അഡ്വാൻറ്റേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറാണ്. Apart from that, talking about you guys, I mean you guys in the sense not only just 5 of you but everyone, എനിക്ക് ആ സ്പേസ് തന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് എന്നെ ജെൻസിയായിട്ട് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണോ? അതെ, അപ്പോൾ ജെൻസീസിനെ കുറിച്ച് വളരെ ഉള്ള ഒരു വേറെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അതായത് they don't respect people എന്നുള്ളത്. അത് അവർ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടല്ല, they don't know how to do it because അവരുടെ ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇസ് വെരി ലിമിറ്റഡ്. അതൊരു സോഷ്യൽ സ്പേസിൽ അല്ലെങ്കിൽ വെർച്വൽ സ്പേസിലാണ് അവർ വളർന്നതുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. പ്ലസ് അവിടെ ഞാൻ പറഞ്ഞ ഈ 4-5 വർഷം മുമ്പ് ബാംഗ്ലൂർ പോലത്തെ ഒരു ടയർ 1 സിറ്റിയിലുള്ള ആ കൾച്ചറിൻ്റെ, അവിടുത്തെ ജെൻസി കൾച്ചറിൻ്റെ എലമെൻറ്റുകൾ ഇവിടെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ദീസ് ആർ ലിറ്റിൽ മോർ ഗ്രാസ് റൂട്ടഡ്. അവിടുത്തെ ഒരു കൾച്ചർ ഇസ് undefined because people are from multiple spaces. Here it is moreover similar culture ആണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും അവിടെ ഉണ്ട്. ആൻഡ് യു കനോട്ട് സ്കിപ്പ് ദി ഫൗണ്ടേഴ്സ് പാർട്ട് ആക്ച്വലി. ഞാനത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അതായത് ദർ ആർ ലോട്ട് ഓഫ് ന്യൂസ് കമ്മിങ് ഫ്രം ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ്. ഈവൻ റൈറ്റ് നോ ലാസ്റ്റ് വീക്ക് ഒരു ലൈക്ക് സ്റ്റാർട്ടപ്സിന് നെയിം ഞാൻ പറയുന്നില്ല, എ സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ഔട്ട് ഓഫ് ബാംഗ്ലൂർ ഹു ഹാവ് റേസ്ഡ് മില്യൺസ് ഓഫ് ഫണ്ട്, ഓൾമോസ്റ്റ് $1 billion. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ രാവിലെ ഹീസ് എ ജെൻസി ഫൗണ്ടർ, ലൈക്ക് ജെൻസിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഫൗണ്ടറാണ്. അപ്പോൾ ആളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആള് ഉച്ചക്ക് 12 മണിക്ക് എഴുന്നേൽക്കുക, 2 മണിക്ക് ഓഫീസിൽ വരുന്നു, രാത്രി 1 മണി വരെ നിൽക്കുന്നു. ആൻഡ് ദ കൾച്ചർ ഈസ് ലൈക്ക് എ ഹെൽ. അതൊരു നരകമാണ് എന്നുള്ളത് അവിടുത്തെ ജെൻസി അല്ലാത്ത എംപ്ലോയീസ് സ്റ്റേറ്റ്മെന്റ് വരെ പറയുന്ന സിനാരിയോ ഒക്കെ ഉണ്ടായി. സോ അഗെയിൻ വി ആർ 5 founders who are from the same age category, right? So what difference you see in these people and the example I have stated? I think ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം, എസ്പെഷ്യലി നിങ്ങൾ 5 ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വൺ ഓർ ദി അതർ വേ നിങ്ങൾ ഭയങ്കര പീപ്പിൾ സെൻട്രിക് ആണ്. അത് അറ്റ്ലീസ്റ്റ് ആ കോൺസെപ്റ്റ് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് അപ്ബ്രിങ്ങിങ്ങിൻ്റെ എലമെൻറ്റ് കൊണ്ടാവാം, ഓർ ബിക്കോസ് ഓഫ് ദി 0 to 10 ജേർണിയിൽ പീപ്പിൾ ആർ ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം. വാട്ട് എവർ റീസൺ നിങ്ങൾ കുറെ കൂടി പീപ്പിൾ സെൻട്രിക് ആണ്. ആൻഡ് വെൻ നമ്മളെ ഇടയിൽ പോലും പല മീറ്റിങ്ങുകളിൽ കോൺവെർസേഷനിലൊക്കെ ഞാൻ ചില കോൺസെപ്റ്റുകൾ ഇതിങ്ങനെ പറ്റില്ല, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ഈസിലി മനസ്സിലാക്കാനും അഡോപ്റ്റ് ചെയ്യാനും അതിനെ ഒരു പക്ഷേ ഈ പറഞ്ഞ റമീസ് അടക്കം ഇപ്പം ഇതിൻ്റെ ഒരു ബോർഡറിൽ ആണെന്ന് പറയുമ്പോൾ അതിന് ശേഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രോസസ്സുകളായാലും അല്ലെങ്കിൽ പോളിസീസ് ആയാലും കൾച്ചർ ആയാലും വാല്യൂ സിസ്റ്റം ആയാലും ബിൽഡ് ചെയ്യാൻ അതിൽ ഭയങ്കര സപ്പോർട്ടീവായി നിന്നിട്ടുണ്ട്. അപ്പം അതിൽ ചിലപ്പം ഇപ്പം ഈവൻ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ പോലും ചില ആൾക്ക് അത് ശരിയാവും എന്നുള്ള കൺഫ്യൂഷൻസ് വളരെ ഓപ്പണായിട്ട് ഷെയർ ചെയ്ത മൊമെൻറ്റുകളുണ്ട്. പക്ഷേ അത് 1, 2, 3 പ്രൂവ് ചെയ്യുമ്പോൾ പിന്നെ ഓക്കെ, സോ ദർ ഇസ് എ കോൺഫിഡൻസ് ഇൻ ദിസ് പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു പോളിസിയിൽ കോൺഫിഡൻസ് വരുമ്പോൾ ദെൻ ദർ ഇസ് എ സ്പേസ് ഫോർ ടേക്കിംഗ് റിസ്ക് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. അതിൻ്റെ സിംപ്ലസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ ഹൗ വി ഡിഫൈൻഡ് അവർ തീം ആസ് നമ്മൾ അടുത്ത എല്ലാ ക്വാർട്ടറിനും ഇൻ്റർവെലിന് ഒരു തീം ഉണ്ടാവും. അപ്പോൾ അടുത്ത ക്വാർട്ടർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള DIY എന്നുള്ളതാണ്, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് ജെൻസി വാട്ട് ദേ നീഡ് ഇസ് ദേ നീഡ് ഓണർഷിപ്പ്.
So they really want to feel like, hey, I have freedom, I can decide how it is, or how things are എന്നുള്ള സാധനമാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടർ നമ്മൾ തീം എന്ന് പറയുന്നത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്, വിച്ച് ഇസ് എൻ ആബ്സല്യൂട്ട് എക്സാമ്പിൾ ഓഫ് ഓണർഷിപ്പ്. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിസൈഡഡ് ബൈ സമൺ എൽസ്, യു ഡിസൈഡ് വാട്ട് യു ആർ ഗോണ ഡു എന്ന് പറയുന്ന കംപ്ലീറ്റ് ഓണർഷിപ്പ്. അതിൽ ഹെവി റിസ്ക് ഉണ്ട്, ചിലപ്പോൾ എല്ലാവരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതിന് ഭയങ്കര വേരിയേഷൻസ് വരാം. ആൻഡ് ആസ് മാനേജ്മെന്റ്, ഇഫ് വി ഹാവ് ദി എബിലിറ്റി ടു ഷേപ്പ് ഇറ്റ് ബെറ്റർ, ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് വെൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ സ്കെയിലിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്ത ഏറ്റവും കോറായിട്ടുള്ള മറ്റൊരു ഏരിയ ലീഡർഷിപ്പ് ബിൽഡിംഗ്. ഞാൻ ഇന്റർവെല്ലിലേക്ക് വരുമ്പം എനിക്കൊന്ന് 8 or 9 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ഇന്റർവെല്ലിന് 63 ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ജേർണി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒരു മിഡ് ലെവലിനെ കോറായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്, ആ ബിൽഡിങ്ങിൽ മാത്രമേ നമ്മളെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുള്ളൂ. അത് റിപ്പിൾ എഫക്റ്റ് പോലെ തന്നെയാണ്. അതായത് കോറായിട്ട് ഈ 63 ആൾക്കാരെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ആളുകളുടെ ഇടയിലുള്ള ചുറ്റുമുള്ള റിപ്പിൾസിന് സ്ട്രെങ്ത് ഉണ്ടാവുന്നതും. അത് ആ രീതിയിൽ ഓരോ കൾച്ചറായാലും വാല്യൂ സിസ്റ്റം ആയാലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നത്. one last question regarding Gen Z. So like നമുക്കിപ്പം ലിങ്ക്ഡിൻ ത്രൂ ആയി കഴിഞ്ഞാലും നമ്മുടെ മെയിൽസിലൊക്കെ ഒരുപാട് ജോബ് എൻക്വയറീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ ലോട്ട് ഓഫ് എഡ്ടെക്സ്, യൂണിക്കോൺ എഡ്ടെക്സ് എന്നൊക്കെ നമുക്ക് നമ്മുടെ പല പൊസിഷൻസിലേക്കും അപ്ലിക്കേഷൻസ് വരാറുണ്ട്. സോ ദർ ആർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്, ആൾസോ ദർ ആർ ഫ്രഷേഴ്സ്. സോ ഇവർക്ക് ഒബ്വിയസ്ലി ഒരു ഡൗട്ട് ഉണ്ടാവും, ദിസ് ഈസ് എ Tier 4 വില്ലേജ്, എ ഗ്രൂപ്പ് ഓഫ് Gen Z. സോ നമ്മുടെ ഒരു ഇൻവെസ്റ്റർ, നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള ഒരു ഇൻവെസ്റ്റർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സോ യു ആർ ട്രാവലിംഗ് ഫ്രം ബാംഗ്ലൂർ ടു a Tier 4 village called Arikod. Maybe you're getting good air, good water, maybe same amount of salary as well. But if your exposure is lacking, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ കുറവാണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് ലൈക്ക് നോ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ ഒരു പ്രോസസ്സിൽ ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു Gen Z ടീമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു Tier 4 വില്ലേജിലേക്ക് വരുമ്പോൾ, ഓൾ ദി വേ ഫ്രം ബാംഗ്ലൂർ, എ സിറ്റി ലൈക്ക് ബാംഗ്ലൂർ വെർ ദർ ആർ ലോട്ട് ഓഫ് ഇവൻറ്റ്സ്, ലോട്ട് ഓഫ് പീപ്പിൾ ടു ഗെറ്റ് എക്സ്പോഷർ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ പാർട്ടാവുമ്പോൾ, ഹാവ് യു ലോസ്റ്റ് ദി എക്സ്പോഷർ ഓർ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ടു ഗെറ്റ് മോർ എക്സ്പോഷർ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സോ അവിടെയാണ് അഗെയിൻ ജെൻസി കൾച്ചർ എന്താ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് അതേ പോയിന്റിലേക്ക് വരുന്നത്. ജെൻസി വാട്ട് ദേ വാണ്ട് ഈസ് ദേ വാണ്ട് ദി ഓണർഷിപ്പ് ആൻഡ് ദാറ്റ് ഫ്രീഡം, അല്ലെങ്കിൽ പീസ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇത് തന്നെയാണ് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. ആ ഒരു കൾച്ചർ അവിടെ ഞാൻ കൊണ്ടുവരുമ്പോൾ എനിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഐ ക്യാൻ ഗോ ടു ഇവൻറ്റ്സ്, അല്ലെങ്കിൽ എനിക്ക് ഐ ക്യാൻ ടേക്ക് ദാറ്റ് എക്സ്പോഷർ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ വെനെവർ ഐ വാണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ്, അതൊരു കമ്പനി കൾച്ചർ ആകുമ്പോൾ എല്ലാവർക്കും ആ സ്പേസ് ഉണ്ടാകുമ്പോൾ ഐ ഓൾസോ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ സ്റ്റിൽ, ഇത്രയും സമയമായിട്ട് ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഈ Tier 4 സിറ്റിയിൽ നിന്നിട്ടും സ്റ്റിൽ ഹൗ ഐ എം എക്സ്പോസിങ് ടു തിങ്സ്, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ ഇവൻറ്റുകളിൽ പോകുന്നതായാലും നെറ്റ്വർക്ക് ബിൽഡിംഗ് ആയാലും, അല്ലെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആവുന്നത് ആ കൾച്ചർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നിൽക്കില്ല. അതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ രാഹുൽജി പറഞ്ഞ പോലെ തന്നെ മിഡ് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ ഈ എക്സ്പോഷറും. ഇപ്പോൾ ലാസ്റ്റ് ഹഡിൽ ഗ്ലോബലിന് നമ്മുടെ കമ്പനി, നമ്മുടെ മിഡ് ലെവൽ മാനേജേഴ്സിന് എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഹഡിൽ ഗ്ലോബലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കണ്ട എല്ലാവർക്കും നമ്മുടെ ലോഗോ വെച്ച ടീഷർട്ട് എല്ലാവരും ഇത്രയും പേര്, 15-16 പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹഡിൽ ഗ്ലോബലുണ്ട്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ അന്നൊക്കെ ഡിസ്കഷൻ ആയിരുന്നു, എങ്ങനെ ഇവരെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റർവെല് റൺ ചെയ്യുമോ എന്നുള്ളത്. സോ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മിഡ് ലെവൽ ലീഡേഴ്സിനെ നമ്മൾ, നമ്മുടെ അണ്ടറിലെ ലീഡേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു 3 days നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. സോ ആ രീതിയിൽ നമ്മൾ നമ്മുടെ പീപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നുള്ളതാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ ഗോയിങ് ഫോർവേഡിൽ മെത്തേഡ് കേട്ടോ. അല്ലാതെ സ്കെയിൽ ചെയ്യാൻ കുറേ ടെക്നോളജി കൊണ്ടിട്ട് ഈ ടെക്നോളജി വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്യും എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. ടെക്നോളജി പ്രോസസ്സുകൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സുകൾ ഡെഫിനറ്റ്ലി വേണം. അത് എഫിഷ്യൻസി പാർട്ടിലായാലും, അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് മെക്കാനിസത്തിന്റെ ഭാഗമായാലും, അല്ലെങ്കിൽ അതിലൊക്കെ അത് വേണം. ബട്ട് സ്റ്റിൽ ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ ആൻഡ് ബിൽഡ് ദെം, you're actually not building a growth inside the company. I think ഞാൻ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു നവംബറിലേക്ക് 1 year ആയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഐ തിങ്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം നമ്മൾ ഔട്ട്സോഴ്സിംഗ് ആയിരുന്നു, ഒരു മെജോറിറ്റി ഷെയർ അവിടെ അന്നുണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആയിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു 1 year എടുക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ സ്കെയിൽ ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്കെയിലിംഗ് നമ്മൾ ഈ ടീമിനെ സ്കെയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം എന്ത് ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യില്ല. ഒരിക്കലും ഈ എടെക് കേസിൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് ഒരിക്കലും ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്.
അതിനെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കസ്റ്റമർ അക്വസിഷൻ കുറച്ച് ഹൈ ആണെങ്കിൽ പോലും നമ്മുടെ LTV കുറച്ച് കസ്റ്റമർ അക്വസിഷൻ ടു LTV റേഷ്യോ അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ടായിരുന്നു. സോ ആ ഒരു ചലഞ്ച് എല്ലാവരും പോലെ കസ്റ്റമർ അക്വസിഷൻ നമുക്കും ഉണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ഇവഞ്ച്വലി എന്ത് ചെയ്യാറ്, നമ്മൾ കണ്ടിന്യൂസ്ലി എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിംഗിൾ പ്രൊജക്ട്സ് മാത്രമല്ലല്ലോ. ഒരു ടു ബി ഹോണസ്റ്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഇസ് വർക്കിംഗ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ആക്ച്വലി നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസിന് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 5 projects ഇൻഹൗസ് ഇൻ്റർവൽ 5 to 6 project ഇൻ്റർവൽ ഇൻഹൗസിൽ മാത്രമാണ്. അപ്പോൾ ഈ ഓരോ പ്രൊജക്ട്സിനും ഓരോ സെഗ്രിഗേറ്റഡ് ടീം ചെയ്തിട്ട് ആ രീതിയിലാണ് ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു എഫിഷ്യൻ്റിലായിരിക്കും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് നമ്മൾ സ്കെയിൽ ചെയ്യുക. സോ മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഈ പ്രോസസ്സിൻ്റെ കേസ് പറയും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു ഫേസ് ഈ പീപ്പിൾ മാനേജ്മെൻറ്റ്. അത് രാഹുൽ ജി ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ടീമിന് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഹൗ വി ക്യാൻ മാനേജ്, ഹൗ വി ക്യാൻ അലോക്കേറ്റ്, ഹൗ വി ക്യാൻ ഡെലിഗേറ്റ്. ഈ രീതിയിൽ നമുക്ക് സിസ്റ്റംസും പ്രോസസ്സും നമ്മളിങ്ങനെ ഓരോ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മളത് SOPs ആയിട്ടും അതേപോലെ KPIs ആയിട്ടും ഓരോരുത്തർക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് ക്ലാസ് റൂം, ഇത് നമ്മളൊരു ടീമിനാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ടീമിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ആ പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രൊജക്ട്സിനെയും ഓരോ ടീമാക്കിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറ് എന്നുള്ളതാണ്. നമ്പർ ഓഫ് ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഞാൻ എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. ലേൺ ചെയ്യാൻ റെഡിയാണോ, പാഷനേറ്റ് ആണോ, ഇതാണ് മേജർ റീസണിൽ നോക്കുക. കാരണം നമ്മുടെ ഇൻ്റർവ്യൂവിൽ നോക്കിയാൽ ഒരുപാട് ഫ്രഷേഴ്സാണ് നമ്മുടെ ഇൻ്റർവ്യൂവിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ 120 to 340 വരുന്ന സമയത്ത് അതിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹയറിങ് വളരെ റയറാണ് നമുക്ക് വരുന്നത്. നമ്മൾക്ക് പാഷനേറ്റ് ആണോ, എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാഷനേറ്റ് ആണോ, അതല്ലെങ്കിൽ അവർ ലേൺ ചെയ്യാൻ തയ്യാറാണോ, അപ്സ്കിൽ ചെയ്യാൻ റെഡിയാണോ, റീലേൺ ചെയ്യാൻ തയ്യാറാണോ, ദെൻ വി ക്യാൻ നമ്മളത് എന്ത് ചെയ്യാറുണ്ട്. നമ്മൾ ഐ തിങ്ക് നമ്മൾ ഡോട്ടിൽ തന്നെ 2 സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ലാസ്റ്റ് 6 months മുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾക്ക് ഓരോ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുകൾക്കും നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ ഓരോരുത്തർ എന്താ അഡ്വൈസ് കൊടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ ലൈഫ് ലെസൺ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അഡ്വൈസ് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ്. അതിനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, എല്ലാവരും പറയാറുണ്ട് സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ നമ്മൾ ലവ് ചെയ്യണോ വേണ്ടത്, ലൈക്ക് ചെയ്യണോ വേണ്ടത്? ലവോടെ ഉദ്ദേശിച്ചാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ലൈക്കിന് നമ്മൾ ആവശ്യം ഇത് വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ലവ് ചെയ്ത സാധനങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഡിവോഴ്സ് ചെയ്തു. ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് there are time where we should like it, there are time where we should love it, and there are time where we should not be addicted to it. അപ്പം നമുക്ക് അഡിക്ഷൻ വരാനൊരു പീരീഡ് ഓഫ് ആ ജേർണിയിൽ ഒരു പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ അഡിക്റ്റഡ് ആവാതിരിക്കാൻ ഒരു പീരീഡ് ഉണ്ട്. ഇറ്റ് ഈസ് അഗെയിൻ സെക്ടർ അഗ്നോസ്റ്റിക്, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കമ്പനിക്കൊക്കെ അത് ഡിഫറെന്റ് രീതിയിലാണ്. സോ ആ റൈറ്റ് ടൈം ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ല് ഫൗണ്ടർക്ക് വേണം എന്നുള്ളതാണ്. ഏത് സമയത്ത് ഇതിന് ലൈക്ക് ചെയ്യണം, ഏത് സമയത്ത് ഇതിന് ലവ് ചെയ്യണം, ഏത് സമയത്ത് ഇതിലേക്ക് അഡിക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഇൻ ടു ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ഒരു അക്വിസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ അക്വിസിഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് എടുക്കേണ്ട സമയം പ്രോപ്പർ ടൈം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇതാണോ പ്രോപ്പർ ടൈം. ഈവൻ ലൈക്ക് ഒരു ഗ്രോത്ത് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു IPO ഒക്കെ പോകുന്ന സ്റ്റേജിൽ പോലും ഇതാണോ IPO പോകാനുള്ള റൈറ്റ് ടൈം. ഇത് ഈ റൈറ്റ് ടൈം ഐഡന്റിഫൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഓരോ സ്റ്റേജിലും. അപ്പൊ ആ റൈറ്റ് ടൈം ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ലാണ് ഫൗണ്ടർക്ക് വേണ്ട ബേസിക് സ്കിൽ. അപ്പം ഈ പറഞ്ഞ ചോദ്യത്തിൽ എല്ലാം ചെയ്യണം എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യേണ്ട സമയത്ത് ലൈക്ക് ചെയ്യണം, ലവ് ചെയ്യേണ്ട സമയത്ത് ലവ് ചെയ്യണം. പിന്നെ ലൈക്ക് മേ ബി ഒരു അക്വിസിഷനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അക്വിസിഷൻസ് ഫെയിൽ ആവുന്നത് കണ്ടിട്ടുണ്ട് ആക്ച്വലി. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അക്വിസിഷൻ വിച്ച് ഹാവ് ബീൻ സക്സസ്ഫുൾ ടു ബോത്ത് ദി പാർട്ടീസ്. അക്വയർ ചെയ്യുന്ന കമ്പനി അക്വയർ ചെയ്യപ്പെടുന്ന കമ്പനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് അക്വിസിഷൻസ് ഉണ്ട്. സോ ദർ ആർ ടൈം വേർ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് വി വുഡ് ബി നീഡിങ് ലോട്ട് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ലോട്ട് ഓഫ് മാൻ പവർ, ലോട്ട് ഓഫ് ടെക്നോളജി. അപ്പൊ മേ ബി ഒരു അക്വിസിഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആവും. മേ ബി നമ്മളെക്കാളും നന്നായിട്ട് നമ്മളെ ബ്രാൻഡിനെ, നമ്മളെ പ്രൊഡക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ ആ അക്വിസിഷൻ സഹായിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് അഡ്മിറ്റ് ഇറ്റ്.
ആ ഒരു സമയത്ത് അതായിരിക്കും മേ ബി ദ റൈറ്റ് ടൈം. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. മേ ബി രാഹുൽ അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഇത് സെയിം തന്നെയാണ്. അതായത് ഇതിൽ ഇപ്പം സ്റ്റാർട്ടപ്പും കൺവെൻഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് ഞാൻ കാണുന്ന സാധനം, സ്റ്റാർട്ടപ്പ് ഈസ് എ പ്രൊഡക്റ്റ്. അതൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ പ്രൊഡക്റ്റ്, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്ത് അതിനെ വലുതാക്കി ഒരു പോയിന്റിൽ യു വിൽ ബി യു മസ്റ്റ് ബി കംഫർട്ടബിൾ ഗിവിങ് ടു സമൺ എൽസ്. അപ്പോൾ ആ ഒരു, അതായത് എൻട്രി പോലെ തന്നെ ഒരു എക്സിറ്റ് പ്ലാൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സൈക്കിൾ, ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ യു വിൽ ബി ഏബിൾ ടു ഡു ദി അതർ വൺ, സെക്കൻഡ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റാർട്ടപ്പ്. അല്ലെങ്കിൽ അതൊരു ട്രഡീഷണൽ ബിസിനസിന്റെ മോഡലിൽ പെട്ടിൽ എത്ര പൈസ വന്നു എന്ന് ഡെയിലി നോക്കണേ ഒരു ഫോർമാറ്റിൽ അതിനെ കൊണ്ടുപോകാം. പക്ഷെ അതിനപ്പുറത്തേക്കൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ കാണുകയും ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയും ആ കയ്യിൽ വെക്കുന്ന സമയത്ത്, ഇത് നമ്മൾ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ കാർ ഓടുമ്പോൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ പുതിയ കാറ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഈ കാറ് വേറെ കൊടുക്കും. അതുപോലെ തന്നെ ആയിരിക്കും സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചും കാണേണ്ടതെന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ അകത്തുള്ളൊരു ടേക്ക്. ഓക്കെ, സോ ഐ തിങ്ക് ഹംസാദിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് എന്തായിരുന്നു ചോദ്യം? ഞാൻ കാശ് വാങ്ങി അഡ്വൈസ് കൊടുക്കാറില്ല. അതായത് ബേസിക്കലി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നിൽക്കുന്ന ആളുകൾക്കുള്ള അഡ്വൈസ് അല്ല. അതായത് ഞാൻ പറയാം, എൻ്റെ അഡ്വൈസ് ഇത്രയേ ഉള്ളൂ, ഗോ ട്രൈ ഫെയിൽ ആൻഡ് അഗെയിൻ ട്രൈ ആൻഡ് ട്രൈ ആൻഡ് ട്രൈ അൺടിൽ യു സക്സീഡ്. ഇത് ബേസിക്കലി പല ആളുകളും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ഞാനതിൽ കാണുന്ന സാധനം ബി കംഫർട്ടബിൾ ഫെയിലിംഗ്. കാരണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അത് ഭയങ്കര സക്സസ് ആയി കോടികൾ ഉണ്ടാക്കിയിട്ട് അടുത്ത സ്റ്റാർട്ടപ്പ് ചെയ്യൂ, അങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഗോ, ഇഫ് യു തിങ്ക് ദാറ്റ് there is a concept, there is a problem you want to solve and you have that solution, go try it. If you fail and move on, move fast. That's all. Fast ആയിട്ട് മൂവ് ചെയ്യുക, but fail, and maybe second time also you may fail. That's completely fine, but try third time. Don't stop it. Keep trying. If you have that fire, being an entrepreneur അല്ലെങ്കിൽ ആ startup founder എന്നുള്ളൊരു fire ഉണ്ടെങ്കിൽ never stop it until you get succeed. Keep trying and keep failing. That's completely fine. വളരെ റെലവന്റ് പോയിന്റ് ആണ്. അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറയും കരക്കിരുന്ന് നീന്തൽ പഠിക്കാൻ കഴിയില്ലാന്നാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ നീന്തൽ പഠിക്കാൻ പറ്റുമെന്ന്. സോ നമ്മുടെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഡിലേമ സ്റ്റേജ് ആണ്. സോ ദാറ്റ് ഈസ് എ വെരി റെലവന്റ് പോയിന്റ്. ആൻഡ് ഞാൻ എപ്പോഴും നോർമലി യങ് ഫൗണ്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഒരു അഡ്വൈസ് കൊടുക്കാറ് അബൌട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് തന്നെയാണ്. ബിക്കോസ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാണ്ട് പലരും എപ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും, നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. അപ്പം പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ല ശരിക്കും മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈക്ക് കുറച്ചും കൂടി ഒരു ബിഗ്ഗർ ക്യാൻവാസ് ആണ്. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പോയിന്റ് ഓഫ് വ്യൂസ് വരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷെ അതായിരിക്കില്ല മാർക്കറ്റിന്റെ ട്രെൻഡ്. അപ്പൊ എപ്പോഴും ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലാത്ത പക്ഷം ഇഫ് ദിസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സക്സീഡ്, ഈവൻ എഡ്ടെക്സിലൊക്കെ സംഭവിച്ചതാണ്. അതായത് എഡ്ടെക്സിൽ there was a period where everyone had a lot of cash available. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു, ബട്ട് they were building products for the pandemic. സോ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അവർക്ക് പാൻഡമിക് മാർക്കറ്റ് ഫിറ്റ് ആയിരുന്നു, വിച്ച് മീൻസ് പാൻഡമിക്കുള്ള ആ മാർക്കറ്റ് തന്നെ ആയിരിക്കും തുടർന്ന് അങ്ങോട്ടും എന്നുള്ളത് അവർ അസ്യൂം ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എഡ്ടെക്സ് ഫെയിൽ ആയിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാൻ അഗെയിൻ ഇതായിരുന്നു ഞാൻ നോർമലി കൊടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വൈസ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ബട്ട് ഇപ്പൊ എനിക്ക് പല ഇവന്റ്സിലും പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഷുഡ് ടോക്ക് അബൌട്ട് ഫണ്ട് റൈസിങ് ആസ്. എല്ലാവരും ചേസ് ചെയ്യുന്നത് ഫണ്ട്സിനെ. അപ്പൊ ഫണ്ട്സിനെ ചേസ് ചെയ്യുന്നു, ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഡ്രീമിനെ ചേസ് ചെയ്യാമെന്നുള്ളത് ദിസ് ഹാസ് നെവർ വർക്ക്ഡ്. ഇത് ഒരിക്കലും ഒരു സ്ഥലത്തും വർക്ക് ആയിട്ടില്ല. എവറി ടൈം നമുക്ക് ഡ്രീംസിനെയാണ് നമുക്ക് ചേസ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഡ്രീംസിന്റെ അടുത്തോട്ട് എത്താനും വേണ്ടിയിട്ട് മേ ബി ഒരു ഫീൽഡ് ആയിട്ട് ഫണ്ടിനെ യൂസ് ചെയ്യും. സോ ചേസ് യുവർ ഡ്രീംസ് നോട്ട് ഫണ്ട്സ്. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഐ തിങ്ക് അതിൽ ഇനി പറയുന്ന സമയത്ത് മാർക്കറ്റിംഗിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൈസും അതിൽ നിന്ന് നമ്മൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കസ്റ്റമർ അക്വസിഷൻ കുറിച്ച് മാക്സിമം എത്ര വരാൻ പറ്റും, നമുക്ക് മാർക്കറ്റിംഗിലേക്ക് എത്ര സ്പെൻഡ് ചെയ്യണം, ഐ മീൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്
എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓർഗാനിക്കലി നമുക്ക് ട്രാഷൻ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് റെക്കമെൻഡേഷൻ പറയാം. Again, അഫ്താബ് മാർക്കറ്റിംഗ് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ ലൈക്ക് വെരി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. എഗെയിൻ ഫൗണ്ടേഴ്സിനാണ്. സോ നമ്മൾ എഗെയിൻ പറഞ്ഞു നമ്പേഴ്സുമായിട്ട് നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. സോ ദർ ആർ സം റേഷ്യോസ് ലൈക്ക് എവറി ഫൗണ്ടേഴ്സ് ഹാവ് ടു ഫോക്കസ് ഫ്രം ദി ബിഗിനിങ്. അതിലെ ഫസ്റ്റ് വൺ ആണ് അഫ്താബ് പറഞ്ഞ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള CAC to LTV റേഷ്യോ. സോ CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, LTV ഓർ CLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. അപ്പോൾ ഈ CAC to LTV ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. ലെറ്റ്സ് സേ 1:4 ആണ് അതിന്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ 1 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 4 rupees ROIs, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ROIs, റൈറ്റ്? അപ്പോൾ അത് വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. സിൻസ് ഇൻസെപ്ഷൻ ഡേ 0 മുതൽ അതിലുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മൾ അറിയണം. സോ CAC to LTV is very important. Gross profit is very important. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് നെറ്റ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് COGS കുറക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഓപ്സ് കോസ്റ്റ് കുറക്കുന്നത് മാത്രമാണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ആ ഗ്രോസ് പ്രോഫിറ്റ് അഗെയിൻ സെക്ടർ അഗ്നോസ്റ്റിക് ആണ്. ബട്ട് 40 to 60% ഒക്കെ ഉള്ള ബിസിനസ്സിനെയാണ് നമ്മൾ നോർമലി ഭാവിയിൽ പ്രോഫിറ്റബിൾ ആവാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് തിങ്. ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് റൂൾ ഓഫ് 40. ഇത് എല്ലാ ബിസിനസ്സിലും 40 അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഈവൻ സാസ് പ്ലാറ്റ്ഫോംസിലൊക്കെ 40 ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ എബിറ്റ മാർജിനും നമ്മുടെ ഗ്രോത്ത് റേറ്റും ഇതിന്റെ സം എപ്പോഴും 40% ആയിരിക്കണം. സോ there are like two elements, right? EBITDA എന്ന് പറയുന്നത് profitability ആണ്. EBITDA actually tells about profitability. Then growth rate means നമ്മുടെ exponential growth ആയിരിക്കും basically startups. So startups exponential growth ആവുമ്പോൾ തന്നെ we have to have a balance between exponential growth or balance between growth and profitability. So either you can grow at a very high pace and like നമുക്ക് വേണമെങ്കിൽ ചെറിയ adjustments EBITDA initially ചെയ്യാം, or else നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ if we have a very high EBITDA, that is a healthy business. So എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യേണ്ടതില്ല, പ്രോഫിറ്റബിൾ ആവേണ്ടതില്ല. We can maintain high exponential growth. എല്ലാ ബിസിനസ്സിനും ഹൈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വേണ്ടതില്ല. If we are having good EBITDA, it is a healthy business. So ഈ ഒരു ബാലൻസ് ഉണ്ട് റൂൾ ഓഫ് 40 എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും സം ബോത്ത് ആർ ഇൻ പെർസെന്റേജ്, ഇതിന്റെ രണ്ടിന്റെയും സം 40% ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും. So if we are actually focusing on a balance between growth and profitability, that would be very better. Yes. True. Yes. So I think it's a very valuable podcast. നമ്മൾ ഡോട്ടിൻ ഇങ്ങനെ ഇത്രയധികം ആളായിട്ട് ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും വലിയ I think we have discussed very valuable topics like startup and people management, Gen Z, marketing and all. So thank you guys. Thank you so much. Thank you. Thank you for inviting us. Thank you so much. Thank you very much.